നമുക്ക് ഈ ബ്രഷ് പെൻസ് വെച്ചിട്ട് ഇത് വരയ്ക്കാൻ പഠിച്ചാലാ? ബാ. അപ്പം ഞാൻ കുറേ ഈ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിക്കണം. സാധാരണ ഞാൻ ചെയ്യാറുള്ളത് എപ്പോഴും റിയലിസ്റ്റിക് ആയിട്ടുള്ള ഡ്രോയിങ്സ് എടുക്കുക, അത് പഠിക്കുക, പഠിപ്പിക്കുക, ആ രീതിയിലാണ് ഞാൻ പോവാറ്. പക്ഷേ ക്രിയേറ്റീവ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം ചെയ്യാനുള്ളത് എന്തെങ്കിലും സ്വന്തമായിട്ട് എന്തെങ്കിലും മൈൻഡിൽ വരുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതായിരുന്നു എൻ്റെ ഇഷ്ടമുള്ള കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് ഈ ബ്രഷ് പെൻസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിലാണെങ്കിൽ നമുക്ക് ഒരു ഡിജിറ്റൽ ഡ്രോയിങ് ഒക്കെ ചെയ്യണ പോലത്തെ രീതിയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് ഈ ബ്രഷ് പെൻസ് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ യൂസ് ചെയ്ത് നോക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ല സാധനം. അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ആകെ ഒരു പ്രശ്നമായിട്ട് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഡ്രൈ ആവാൻ കുറച്ച് ടൈം എടുക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ മേലേക്ക് വേറെ ലെയർ അപ്ലൈ ചെയ്യുമ്പോൾ അത് സ്പ്രെഡ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ലൊരു സാധനമാണ്. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള മോൺമാർട്ട് എന്നുള്ള ബ്രാൻഡിൻ്റെ ബ്രഷ് പെൻസാണ്. പിന്നെ നിങ്ങൾ ഇങ്ങനത്തെ ഡ്രോയിങ് ഒക്കെ ഇടയ്ക്ക് ചെയ്ത് നോക്കുക. അതായത് എപ്പോഴും റിയലിസം മാത്രം ചെയ്യാണ്ട് എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റീവായിട്ട് ഇപ്പോൾ വാല്യൂസ് നോക്കുക. അതായത് ഒരു ഫേസാണ് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ അതിലത്തെ വാല്യൂസ് നോക്കിയിട്ട് വേറെ കളേഴ്സ് വെച്ചിട്ട് ആ വാല്യൂസ് അപ്ലൈ ചെയ്ത് നോക്കുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി നമ്മളുടെ ക്രിയേറ്റിവിറ്റി ഒക്കെ ഒന്ന് ഇമ്പ്രൂവ് ആവും. പിന്നെ അതുപോലുള്ള ഡിഫറെൻ്റ് എലമെൻറ്റ്സ് ഒരു പിക്ചറിൽ കൊണ്ടുവരാൻ നോക്കുക. ഇപ്പം ഞാൻ ഇതിൻ്റെ റെഫറൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പിക്ചറിൻ്റെ റെഫറൻസ് വരുന്നത് നോർമൽ ഈ ഒരു ക്യാരക്ടറും മാത്രമായിട്ടുള്ളൊരു ഫോട്ടോയാണ്. അപ്പോൾ അതിൽ നിന്നും നമ്മൾ ഒരുപാട് എലമെൻറ്റ്സ് ആഡ് ചെയ്യുക, ലൈറ്റിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ വേറൊരു ടൈപ്പ് റിസൾട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഈ ക്യാരക്ടർ ആരാന്ന് അറിയണവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനായിട്ട് എന്നെ ഫോളോ ചെയ്യുക, എൻ്റെ കൂടെ ഈ ജേണിയിൽ കൂടുക. ഓക്കെ, ബൈ ബൈ.